ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ അവകാശവാദം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ മതരാഷ്ട്രവാദം എന്നുള്ള ആശയമില്ല എന്നാണ്. മൗമൂദിയൻ ആശയങ്ങളിൽ നിന്നും അവർ ഇപ്പോൾ പിന്മാറുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അടവ് നയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയോ മുന്നണിയിൽ കയറിക്കൂടാനുള്ള ഒരു കുതന്ത്രമായോ ഒക്കെ കാണാനാകുമോ? അതിലെന്താ സംശയമുള്ളത്? പിന്നെ നീലക്കുറുക്കൻ ചായം കളഞ്ഞെന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. ഇവര് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള തക്കിയകൾ, അതായത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. അതായത് ഒരു ഫേമസ് കോട്ട് ഉണ്ടല്ലോ, വേട്ട അവസാനിച്ചു എന്ന് ഇരയെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് വേട്ട തുടങ്ങുന്നത്. അതായത് ഒരു സിംഹം മാനിനോട് പറയുകയാണ്, ഞാൻ വേട്ടയൊന്നും ചെയ്യുന്നില്ല, ഇനി മുതൽ ഞാൻ നിന്നെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നിടത്തും കൺവിൻസ് ചെയ്യുന്നിടത്തുമാണ് മാൻ കൂടുതൽ സിംഹത്തിന് അടുത്തേക്ക് വരിക. അപ്പൊ സിംഹത്തിന് വല്ലാതെ ഓടി തളരാതെ ഇരയെ പിടിച്ച് തിന്നാൻ പറ്റും. അതേപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വേട്ടക്കാരന്റെ സ്ഥാനമാണ്. അപ്പൊ വേട്ടക്കാരന് അധികാരം കൂടി കിട്ടിയാൽ പിന്നെ അവിടെ ശബ്ദങ്ങളൊന്നും ഇല്ലാതാവും. അതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂസഫ് അൽ ഖർദാവി എന്ന് പറയുന്ന ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ആചാര്യൻ വളരെ സുസ്പഷ്ടമായിട്ട് ജിഹാദ് എന്നൊരു പുസ്തകം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ. ജിഹാദ്, അത് നമ്മുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH അത് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പല സ്ഥലത്തും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്, മലയാളത്തിലും എല്ലാ ഭാഷയിലും ഈ ജിഹാദ് എന്ന പുസ്തകം കിട്ടും. ബോധമുള്ള ആർക്കെങ്കിലും അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, വളരെ സുസ്പഷ്ടമായ ഒരു മതരാഷ്ട്ര സങ്കല്പമല്ലാതെ മറ്റൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നോട്ട് വെക്കാനില്ല. ഞങ്ങൾ മതരാഷ്ട്ര സങ്കല്പം വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ അപകടകരമാണ്, സൂക്ഷിക്കണം. അതിന്റെ പിന്നിൽ അതിശക്തമായ മത ലോബികൾ, അതിതീവ്രമായ മതലോബികൾ പുതിയ ഒരു തന്ത്രം മെനഞ്ഞു എന്നല്ലാതെ ജിഹാദ് ഒഴിവാക്കിക്കൊണ്ടൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല്ലും നഖവും ഒക്കെ വൃഷണം അടക്കം എടുത്തു കളഞ്ഞ ഒരു സിംഹമായി എന്നാണ്. അങ്ങനെ നടക്കില്ല, അങ്ങനെ ഉണ്ടാവില്ല. അവർ വളരെ അപകടകാരികളാണ്. അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ടീച്ചിങ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ആൻറ്റിജ് മാക്സിം എന്ന് പറയാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അവിടെ ലാഹ് എന്നാൽ ദൈവമാണ്, പക്ഷെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദ ഗോഡ് എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട്, പിന്നെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഉപരി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടല്ലോ. അപ്പോ ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, അത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. അപ്പോ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു, ആകാശ ദൈവമായ അള്ളാഹു ആണ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് 360ഓളം ഉപദേവതകളും ദേവതകളും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആകാശ ദൈവമായിരുന്നു അള്ളാഹ്. ആ അള്ളാഹുവിന് വേണ്ടി ആണ് ഏറ്റവും ഉയർന്നവന്റെ പ്രവാചകനാണ് ഞാനെന്ന് പറഞ്ഞാണ് മുഹമ്മദ് നബി രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ വാക്യമാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലെങ്കിൽ there is no God but Allah എന്ന് 5 നേരം ഒരു രാജ്യത്ത് മതരഹിത അല്ലെങ്കിൽ മതേതര സമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ മറ്റു മതക്കാർക്ക് എന്താ തോന്നുക? നീ പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പനോ പത്മനാഭ സ്വാമിയോ അല്ലെങ്കിൽ ശിവനോ ബ്രഹ്മാവോ ഇനി ക്രിസ്ത്യാനികളുടെ കർത്താവോ ഒന്നും ദൈവമല്ല, മറ്റു ദൈവങ്ങളൊന്നും ദൈവമല്ല, ഞാൻ മാത്രമാണ് ദൈവം എന്ന് പറയുന്നിടത്ത് തന്നെ ആ ഒരു ഓതോറിറ്റി അല്ലെങ്കിൽ അധികാര പ്രയോഗം അവിടെ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ സമ്മതിക്കുന്ന സർക്കാരാണ് സത്യത്തിൽ കോമാളി. അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് അങ്ങനെ വിളിച്ചു, ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് കൃഷ്ണനല്ലാതെ മറ്റൊരു ദൈവമല്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ആദ്യം ഹിന്ദുക്കൾ തന്നെയാണ് അതിനെ എതിർക്കുക. അതെന്ത് വർത്തമാനോട് പറയുന്നത് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കും, അത് ഹിന്ദുക്കളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ആ രീതിയിൽ ഒരു ജനാധിപത്യ ബോധമില്ലാത്ത സമൂഹമാണ് ഇസ്ലാം. അല്ലാത്ത അൽ ഉസ്സ അൽ മനാത്ത തുടങ്ങിയിട്ടുള്ള സ്ത്രീ ദൈവങ്ങൾ, അതായത് അള്ളാഹുവിന്റെ പെൺമക്കൾ എന്ന് വിശ്വസിച്ചിരുന്ന സ്ത്രീ ദൈവങ്ങളെ പിന്നെ കൂടെ പ്രാർത്ഥിക്കാം എന്നിടയ്ക്ക് മുഹമ്മദ് ഒരു വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിറ്റേന്നത് പിടിച്ചു വെച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞു, ഇന്നലെ അത് ചെകുത്താൻ വന്ന് ഓതിയതാണ് ജിബ്രീലിന്റെ വേഷത്തില്, അത് അള്ളാഹുവിന്റെ വാക്യങ്ങളല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പൊ ഇതേ പറ്റിയാണ് സൽമാൻ റുഷ്ദി എഴുതിയത് സൈറ്റനിക് വേഴ്സസ് എന്ന്. അതിന് സൽമാൻ റുഷ്ദി ഇപ്പോഴും അദ്ദേഹം രോഗശൈലിയിലാണെന്ന് തോന്നുന്നു അല്ലേ? അദ്ദേഹത്തെ ഒരു കണ്ണുപോയി. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ. ശരീരത്തിൽ 10ഓ 12ഓ കത്തിക്കുത്ത് നടത്തിയിട്ട് അയാളെ, ആ പ്രായമുള്ള ആളെ നശിപ്പിക്കാൻ നോക്കിയത്, കൊല്ലാൻ നോക്കി. ജിഹാദാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവർ ഒരു ഹൈബർനേഷൻ എന്നൊക്കെ അല്ലേ പറയുക, തൽക്കാലം ഒന്ന് വിശ്രമിക്കുകയാണ് ഇവർ തോക്ക് താഴെ വെച്ചിട്ട്. കാരണം ഇപ്പൊ ആഗോള തലത്തിൽ ഇസ്ലാമിന് കിട്ടുന്നത്ര അടി ലോകത്ത് ഒരു കഴുതയ്ക്ക് പോലും കിട്ടുന്നില്ല. ആഗോള തലത്തിൽ ഇസ്ലാം കൊള്ളുന്ന അത്രയും, ഇപ്പൊ നമ്മളെ ആരിഫ് ഹുസൈനൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഒരു ദയവില്ലാതെ അടിക്കുന്ന ആൾക്കാർ പെട്ട ഒരാളാണ്.
അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ അകത്ത് നിന്നും എലിക്കണിയിൽ നിന്ന് പുറത്തു ചാടുന്ന ആൾക്കാരാണ്. പണ്ട് ജബ്ബാർ മാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോ ഓർമ്മ വരാണ്. ജബ്ബാർ മാഷ് പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എലിക്കണിയാണ്, അകത്തേക്ക് പ്രവേശനമുണ്ട്, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതായത് അകത്തേക്ക് പ്രവേശിക്കാം, അതിന് ചില പേർക്സ് അവർ വെക്കും. സ്വർഗം, ഹൂറിമാര്, അല്ലെങ്കിൽ സ്വർഗത്തിലെ മദ്യപ്പുഴ, ഇങ്ങനെ ചില പേർക്സ് വെച്ചിട്ട് കപ്പകഷ്ണം വെച്ചിട്ട് എലിക്കണി തുറന്നു വെച്ച് അവർ മതം തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് ഓടി അവിടെ കയറുമ്പോഴേക്ക് അടഞ്ഞു, പിന്നെ പുറത്തേക്ക് പോക്കില്ല. ഇങ്ങനെയാണ് മതത്തിന്റെ സംവിധാനം. ആ മത സംവിധാനം രാഷ്ട്രസങ്കല്പമായി കൊണ്ടു നടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഭ്രാന്ത് 1 കോടി മനുഷ്യരിലേക്ക് പകരുന്നതിന് തുല്യമല്ലേ? അപ്പൊ മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മതസങ്കല്പം എന്താണ്? ഒരു മനുഷ്യന്റെ ഭ്രാന്തി ദർശനം. യോഗശാസ്ത്രത്തിൽ പാതഞ്ജല യോഗത്തിൽ വളരെ സുസ്പഷ്ടമായി പറയുന്നുണ്ട്, ഒരു സാധകൻ ഏകാഗ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടയ്ക്ക് അവന് ഭ്രാന്തി ദർശനം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അവൻ പലതും കാണുകയും പലതും പുലമ്പുകയും ചെയ്യും. അതിൽ വിശ്വസിക്കരുത്, അത് ഭ്രാന്തി ദർശനമാണ്. അപ്പൊ മതത്തിലും മത പരിശീലനത്തിന് ഇടയ്ക്ക് ചിലർ ഈ ജഗതി പറഞ്ഞാൽ വെച്ച കോഴീന്റെ മണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി കറി വെക്കുമ്പോഴേക്ക് ഇറങ്ങി ഓടിയ ചില കോഴികളുണ്ട്. അങ്ങനെയാണ് മുഹമ്മദ് നബിയെ പറ്റി വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, എന്നെ പറ്റി ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജിഹാദികൾ. പച്ച തെറിയാണ്. എനിക്കാണ് 70%, അതിൽ ആരിഫിന് 30% ഉള്ളൂ തെറി. ഞാൻ കണ്ടു അത്. അതിൽ അമ്മയ്ക്ക് വിളി, അച്ഛനെ വിളി ഒക്കെ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് നിങ്ങളുടെ ആചാര്യൻ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ ഒരു പൂർണ്ണ പ്രജ്ഞയുള്ള ആളല്ല എന്ന് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും പ്രയോഗിക്കാനാവാത്ത, പ്രയോഗിച്ചു കൂടാത്ത ആശയമാണ് ഇസ്ലാമിൻ്റെത്. ഇത് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു വസ്തു പോലെ ഇസ്ലാം ഇപ്പോഴും ആളുകളെ കൊണ്ട് തീറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുടെ ജിഹാദ് നിർത്തിവെച്ചു എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥ്യാണുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ബാംഗ്ലാദേശിലെ അറ്റാക്ക് മുഴുവൻ നടത്തിയത് ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ബാംഗ്ലാദേശിൽ 100 കണക്കിന് 1000 ഹിന്ദുക്കളെ വീട് കയറി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും അവിടുത്തെ ബുദ്ധിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഉപദ്രവിച്ചത് ആരാണ്? ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി രാജ്യം മാറിയിട്ട് പെട്ടെന്ന് തന്ത്രം മാറ്റുകയാണോ? പിന്നെ അവർ നോക്കൂ, അവർക്ക് മതരാഷ്ട്ര സങ്കല്പം ഓൾറെഡി ഉണ്ട്. സമാന്തര മത സംവിധാനം ഓൾറെഡി അവർ വളരെ ശക്തമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രസിഡന്റിന്റെ പേരെന്താ? അമീർ എന്നാണ്. പ്രസിഡന്റ് എന്ന് അവർ വിളിക്കില്ല, അമീർ. അത് ഇവർക്കൊരു ഹയറാർക്കി ഉണ്ട്, മതത്തിന്റെ ഹയറാർക്കി. ഖാസി, വലിയ ഖാസി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർക്കൊരു മതത്തിന്റെ ഹയറാർക്കി മാത്രത്തിൽ പേര് വിളിക്കുന്ന വളരെ ബഹുസ്വര സമൂഹത്തിൽ കൊള്ളാത്ത ഒരു ആശയമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ഞാൻ പറയുന്നത്, ഉച്ചഭാഷിണികളിലൂടെ 5 നേരം വിളിച്ചു പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബെഡ് റോക്ക്, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ ഐഡിയ. അല്ലാഹ് മാത്രമേ ഒരു ദൈവമുള്ളൂ, മറ്റൊന്നും ദൈവമല്ലെന്നാണ്. അപ്പൊ ഈ ബഹുസ്വര സമൂഹത്തിൽ ഇവർ ജീവിക്കുമ്പോൾ ഇതെല്ലാം പൈശാചികമാണെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ചെറുത്താന്റെ മതങ്ങളാണെന്നോ മറ്റു മതങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഒരു കൂട്ടരെ എങ്ങനെ നമ്മൾ നമ്പാൻ പറ്റും? അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഖർദാവിയുടെ ജിഹാദ് എന്ന പുസ്തകത്തിൽ സുസ്പഷ്ടമായി പറയുന്നുണ്ട്. അതിൽ രസകരമായ ചില കാര്യങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ പേരുകളെ പോലും കളിയാക്കുന്നുണ്ട്. അവരുടെ പേരുകൾ നോക്കൂ, ശ്യാം കുമാർ, ശ്യാം പ്രസാദ്, ഇതൊക്കെ ഒരു പേരാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഖർദാവിയുടെ വാക്കുകളാണ്. ഇപ്പോഴും ഈ ജിഹാദ് എന്ന പുസ്തകം ഇവർ പലരും വേദപുസ്തകം പോലെ തന്നെ കണക്കിലെടുത്ത് കൊണ്ട് നടക്കുന്നവരാണ്. ഖർദാവിയുടെ ടീച്ചിങ്സ് ആണ് ഈ ലോകം ഉള്ളിടത്തോളം കാലം ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്നത്. ഖർദാവി ആകട്ടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ജിഹാദിയാണ്. എന്തിനാണ്? ജനാധിപത്യ സംവിധാനം നിലനിൽക്കണം. എന്തിനാണ്? അത് ഇസ്ലാമിന് കൂടുതൽ ബലം കൊടുക്കുന്നതായി മാറും. ജനങ്ങൾ കൂടുതലാവുകയും ഇസ്ലാമിന്റെ ജനസംഖ്യ കൂട്ടുകയും അതിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ ചെയ്യാണ് വേണ്ടതെന്ന ആശയം കൊടുത്തത് ഖർദാവിയാണ്. അതിനു മുമ്പ് ഇവർ ചിന്തിച്ചിരുന്നത് യുദ്ധത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കാമതായി. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്റർനാഷണൽ പോളിസീസ് ഒക്കെ വന്ന ശേഷം ഇസ്രായേലിന്റെ അടുത്തുനിന്ന് താടിക്കെട്ട് നല്ല ഊക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരത് നിർത്തി. അപ്പൊ ഇവർ വേറൊരു ഐഡിയ പറയണം. എന്താണ്? ഞങ്ങളിപ്പോ ജിഹാദ് ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ജനാധിപത്യം മതി. അത് ഖർദാവിയുടെ ഐഡിയയാണ്. അതായത് മതരാഷ്ട്രം ജനാധിപത്യ വ്യവസ്ഥതയെ ചൂഷണം ചെയ്ത് വളരുകയാണ്. അതായത് ജനാധിപത്യം കൊടുക്കുന്ന ചില സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനസംഖ്യയിൽ വളരുകയും സംഘടിതമായ ആശയപ്രചരണത്തിലൂടെ ജനസംഖ്യാനുപാതികമായിട്ട് രാജ്യത്തെ പിടിച്ചടക്കുകയും ചെയ്യുന്നുള്ള തന്ത്രമാണത്. അപ്പൊ ഏറെക്കുറെ നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ മതം വിചാരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിട്ട് ജനാധിപത്യ രാജ്യങ്ങളെ പോലും പിടിച്ചടക്കി മതാധിപത്യ രാജ്യങ്ങളാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയും പുള്ളിയുടെ പുള്ളി മാഞ്ഞു പോകുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹാദും മാഞ്ഞു പോയേക്കാം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ.